ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓം ക്രീതമാക്രി. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഫയർ ഗെയിം പ്ലേ ആട്ടോ ഗൈസ്. അപ്പോൾ കുറേ നാളായി ഗൈസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല, വീഡിയോ ഇടാൻ മടിയാണ് ഗൈസ്. ഗിൽഡ് വാർസ് വന്നാൽ വേണ്ട, പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാച്ച് റെക്കോർഡ് VR ഫസ്റ്റ് ഇന്ത്യ ഗിൽഡ് ലവ്ലി. നമ്മുടെ ഗിൽഡ് എത്രാമത്തേലാന്ന് നോക്കാം. 573. നല്ല സങ്കടമുണ്ട് ഗൈസ്. നമ്മുടെ ഗിൽഡ് ഇല്ലേ, ഇത് ഗിൽഡ് പോയിൻറ്റ്സാണ്. നമ്മുടെ ഗിൽഡ് 500 എന്തായാലും മറ്റെവിടെ എത്തുന്നു നമുക്ക്. 573. അയ്യോ, 100 വരെയുള്ള നമ്മുടെ ഗിൽഡിൽ അത് പോയിൻറ്റ്സ് ആയിരുന്നു ഗൈസ്. നമ്മുടെ ഗിൽഡിൽ ഉണ്ടോ നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. കാര്യം നമ്മുടെ ഗിൽഡിന് പോയിൻറ്റ്സ് ഇത്തിരി കുറവാണ്. ഇത്തിരി എല്ലാം കുറവുണ്ട്. ഇല്ലാന്ന് തോന്നണം കേട്ടോ, ഇല്ലാന്ന് തോന്നണം. അതെന്താടാ ഗൈസ്, നമ്മുടെ ഗിൽഡ് ടീമിൽ ആവേള എന്താടാ. നമ്മുടെ ഇപ്പോൾ അക്ഷയൊക്കെ ഉണ്ടായിരുന്ന ഗിൽഡായിരുന്നു. അക്ഷയ് പോയപ്പോൾ ഗിൽഡേ പോയി. ഇതെന്താണ് അക്ഷയ് ഉണ്ടായിരുന്നത്? വേറെ ഒരുത്തനും ഇല്ല, ആരെയും കളിക്കണ്ട ഗെയിം. ഒരുത്തൻ ഓൺലൈനാണോ? അല്ല, ഓൺലൈനല്ല. അപ്പം നമുക്ക് എന്തായാലും ഗെയ്സ് കാര്യം കാണിച്ചു തരാം. യെസ് ഗെയ്സ്, അങ്ങനെ നമ്മളത് അച്ചീവ് ചെയ്തു ഗെയ്സ്. പ്ലാറ്റിനം 5 അച്ചീവ് ചെയ്തു. നിങ്ങൾക്ക് എന്താ ചെയ്യുക, നമുക്ക് BR ഇത് കളിക്കാം കേട്ടോ. എന്താ സോളോ ടീം. ഇപ്പം എൻ്റെ ടീമിൽ ആരാളുള്ള SK താക്കൂർ, പിന്നെ ഞാൻ മിൻറ്റ് ബാക്ക്. അല്ല, പ്രോ ഉണ്ടോ നോക്കാം ഗൈസ്. മിൻറ്റ് പ്രോ അല്ല, കണ്ടിട്ട് തോന്നണം കേട്ടോ. ഡ്രസ്സ് നോക്കിയിട്ട് പ്രോ അല്ല തോന്നണേ. ഡ്രസ്സ് അത്രയ്ക്ക് പ്രോ ഡ്രസ്സല്ല ഗൈസ്. അയ്യോ, സൗണ്ട് കൂടുതലായിരുന്നു ഗൈസ്. ഡ്രസ്സൊന്നും അത്രയ്ക്ക് പ്രോൻ്റെ ഡ്രസ്സല്ല. അത് നമ്മൾ ഹെഡിലേം ചെയ്താലും ബോഡിക്ക് കയറും ഗൈസ്. എൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് ഫ്രീ ഫയർ കളിച്ച്. അപ്പോൾ ആ ഹെഡിലേം ചെയ്താൽ ആദ്യം ബോഡിയൊക്കെ കയറണം കണ്ടപ്പോൾ എന്നോട് ചോദിച്ച്, എടാ അപ്പോൾ ബോഡിയിലേം ചെയ്താൽ ഹെഡ് കയറുമെന്ന്. മണ്ടനായിരുന്നു ഗൈസ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഫ്രീ ഫയർ കളി തുടങ്ങി സെക്കൻഡ് ഡേ ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ കളി തുടങ്ങിയത് ആദ്യം ബോട്ടിനൊക്കെ ആയിരുന്നു അടിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ഇപ്പോഴും ബോട്ടിനെ കിട്ടി അടിക്കാണ്ടൊന്നും ഇരിക്കത്തില്ല. കിട്ടിയെന്നാണ് അടിക്കും ബോട്ടിനൊക്കെ. കില്ല് കിട്ടുമല്ലോ നമുക്ക്. അയ്യോ, ഞാൻ ഡ്രസ്സ് മാറ്റാൻ മറന്നു. നോർമൽ ആ ലോക്ക് ഇട്ടിട്ട് ഇറങ്ങിയ എന്ത് ഇതായിരിക്കും. നമ്മൾ ക്ലോക്ക് ടവറിലാണ്. നമുക്കിങ്ങനെ ഞാൻ അവൻ്റെ കൂടെ പോയിട്ട് എന്തിനാണെങ്കിൽ നമുക്ക് അയ്യോ എനിമി ബേസിക്ക് ഇറങ്ങണോ. ഇതിനെക്കാട്ടിലും ഭേദം എനിമി ബേസിക്ക് ഇറങ്ങണതായിരുന്നു. എനിമി മുമ്പ് കയറി വന്ന് നിൽക്കണേക്കാട്ടിലും നല്ലതായിരുന്നു. ഒരു വുഡ്പെക്കറിന് P90 കിട്ടിയിട്ടുണ്ട്. റഡാറിൽ നല്ല രീതി ഒരുത്തയുടെ ആൻറ്റീനെ ഇട്ടിട്ട് അവൻ പോയി. അല്ല, പിന്നെ അവൻ്റെ ഞാൻ സാൻറ്റീനെ ഇട്ടിരിക്കുന്നത്. ഞാൻ പോവില്ലെന്നാണ് ഞാൻ പോയിട്ടുണ്ടാവും നമ്മൾ വിചാരിച്ച്. അപ്പം ഞാൻ പോകത്തില്ല ഗൈസ്. SK താക്കൂർ അപ്പം നോക്കാം ഗൈസ്. നമുക്കെന്തെങ്കിലും അവന് സപ്പോർട്ടില്ല എന്നാ തോന്നണേ. ഇത് എവിടെ നിന്നാണ് അടി കിടക്കുന്നത്? 6 മീറ്റർ. ദൈവന്മാർ താഴെയായിരുന്നു ഗൈസ്. അല്ലേ, താഴെയാണോ? SK താക്കൂർ എൻ്റെ നോക്കാക്കിയ ഗൈസ്. നമ്മളൊരു കില്ലെടുത്തിട്ട് അങ്ങനെ ഉൾപ്പെക്കറിനെ എനിക്ക് ഇതാക്കിയിട്ടുണ്ട്. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അയ്യടാ, അല്ല പിന്നെ അയ്യോ, ഹെൽപ്പ് ചെയ്യണം വേണ്ട. ഹെൽപ്പ് മീ ബ്രോ. സോറി ട്ടാ മോനെ, ബാക്കേ ഗൈസ്. ഇവന്മാരൊന്നും സാധാ മനുഷ്യന്മാരല്ലടാ. അമ്മേ, ഞാൻ പേടിച്ചു ഒരു നിമിഷത്തേക്ക്.
റിപ്പയർ കിറ്റില്ല. നമ്മുടെ അടുത്ത് മെഡുണ്ട്. മെഡ് അടിക്കുക തലക്കൊന്നിട്ട് അടി കിട്ടുകൊണ്ടിരുന്നത്. ഡബിളൊക്കെ വല്ല അവൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ തീർന്നു. നമ്മൾ സീക്രട്ട് ബേസ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലത്തെ എന്തായിരുന്നു മറ്റേ ഇതിലത്തെ എന്തായിരുന്നു അതിൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ സോളാറ മാപ്പത്തെ. അത് ഞാൻ വെച്ച് ഫേക്കൊക്കെ ആയിരിക്കുമെന്ന് മോനെ പോയപ്പോൾ ഉള്ള കേസ് മനസ്സിലായ റിയലാണ് കേസ്. അതൊക്കെ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഡെൽറ്റ അയലാണത് ആക്ച്വലി ഉള്ളത്. വല്ല കണ്ണ് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? അവൻ ബാറ്റ് എടുത്തുകൊണ്ട് കൂടി കള്ള ടീമേറ്റാണ്. ഒന്നുമില്ല. എന്താ സാധനം? നീ തന്നെ എടുത്തു. ആ പ്ലാസ്മ നീ തന്നെ എടുത്തു. വല്ല എക്സാമേറ്റ് വല്ലതും കിട്ടിയ ഏക്കെയാണോ? വുഡ്പെക്കർ നോക്കട്ടെ. സ്കൂബ് വേണ്ട. ഏക്കെയാണോ? വേണോ? ഇതിനകരം വുഡ്പെക്കർ എടുക്കാൻ പറ്റുമോ? ഏക്കെ പോവുകയാണെങ്കിൽ പോട്ടെ. എന്തായാലും അത് ഇത് ചെറുതാണ് ഗൈസ്. സ്കോപ്പ് ചെറുതാ, അടിക്കാൻ നല്ല പാടാ. സോ ഗൈസ് UMP ഉണ്ടായിരുന്നു ഇല്ല. അപ്പം നമുക്കത് എൻ്റെ UMP ആണ് ഫേവറേറ്റ് എൻ്റെ. ആർക്കെങ്കിലും UMP ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ. UMPൻ്റെ ഒരു ഇതുണ്ടല്ലോ ഗൈസ്. UMP എത്രയൊക്കെ വന്നാലും നല്ല സാധനമാണ്. UMP ആണ് ബെസ്റ്റ്. എനിക്ക് UMP ആട്ടോ ഗൈസ്. എൻ്റെ ഇഷ്ടം ഞാൻ പറയാം, എനിക്ക് UMP ആ. മണ്ടനായിരുന്നു ഗൈസ്. പീക്കിലേക്ക് റഷ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അതെ കുറച്ച് കണ്ണേ ഉള്ളൂ. പീക്കിലേക്ക് നമ്മൾ റഷ് ചെയ്യും. നമ്മൾ ടീമേറ്റ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും റഷ് ചെയ്യാം. നമുക്ക് ഇത് UAV ലൈറ്റ് ഇടാം. UAV ഹാസ് ബീൻ ഡിപ്ലോയിഡ് ആയിരുന്നു. വല്ല സ്കാനറിൽ വല്ല പ്ലേയേഴ്സ് ഉണ്ടോ? ഇപ്പം അടി കിട്ടുന്ന തോന്നുന്നു. അടി കിട്ടിയിട്ട് ഞാൻ ഓടുവാണ്. എൻ്റെ ഈ നോക്കായ എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കുന്താം ഞാൻ അവനുണ്ടെങ്കിൽ അവന് ഞാൻ നോക്കായിട്ടില്ല എന്ന് വെച്ചാൽ അവൻ കുനിഞ്ഞിരിക്കുന്നു. ട്രോഗണ ഏക്കെയാ. അതായത് നമുക്ക് ലോങ് റേഞ്ച് ഇപ്പം പ്ലേയേഴ്സൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഏക്കയും കൂടെ എടുക്കാം. എൻ്റെ മോനെ കയറി വന്ന പോടെ എംട്ടം മാറ്റി അടിക്കടാ മണ്ട. ഹെൽപ്പ് മീ. ഹൊറിസാലയും വാങ്ങേണ്ടതായിരുന്നു. ടീമേറ്റ് ഒന്നും അടുത്തില്ല. ബാക്ക് എന്ന് പറഞ്ഞവനാ. ഇല്ല നല്ല ടീമേറ്റ് വരുന്നുണ്ടോ? നമ്മൾ നോക്കിയിട്ടില്ല. അവൻ ക്ലോക്ക് ടവറിലാണ് ഗൈസ്. പെട്ടെന്ന് തോന്നണേ അടച്ചത്ത്. എടാ മണ്ട വന്ന് ഒറ്റ അടി അടിച്ചു കൂട്ടാ. സോണിയ 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 നോക്ക് 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 നോക്ക്. എന്ത് ഇതൊക്കെ വെച്ച് അടിക്കണം? ഹെൽപ്പ് കൊടുക്കും. ട്രിപ്പിൾ അടിച്ച് നമ്മളിപ്പോഴും ഡബിൾ ടെക്ക് ഡൗണിലാണ് ഗൈസ്. ഡബിൾ ടെക്ക് ഡൗൺ. എടാ ഹെൽപ്പ് ചെയ്യടാ. എന്നാൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ടെക്ക് ഡൗൺ. പൊളി 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 പൊളി. അങ്ങനെയൊക്കെ കൊടുത്താലേ റിവൈവ് ചെയ്യത്തുള്ളൂ എന്നാ തോന്നണ കേട്ടോ. എന്താണ് പണിയാള്. ഡബിൾ ടെക്ക് ഡൗൺ ഒക്കെ എടുത്തതാണ് കളി. അയ്യോ ആരോ അവിടെ നമ്മളെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എടാ മണ്ട നീ പോണം. എടാ പറഞ്ഞിട്ടായില്ല. ചിലപ്പോഴല്ലേ ഇവനൊക്കെ ഇരിക്കും. എന്താ സ്കോഡ് ഫുള്ള് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ സ്കോഡാണെങ്കിൽ റിവൈവ് ചെയ്യണമെങ്കിൽ ഫുൾ സ്കോഡൊക്കെ 2-3 പേരൊക്കെ റിവൈവ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താ പൊട്ടനാണ് കാണിക്കണത്. റിവൈവൽ കാർഡ് 7 മിനിറ്റും കൂടെ ഉള്ളൊന്ന് വാങ്ങടാ. ഇപ്പോൾ സ്റ്റോറിന് പോവടാ. അന്ന് വാങ്ങടാ. പോയാ റിവൈവൽ കാർഡ് നോ ലോങ്ങർ അവൈലബിൾ. നിങ്ങൾ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. അയ്യോ സോണം വരുന്ന കുന്തം.
സ്പീഡപ്പൊക്കെ ആണല്ലോ. എടാ സോണ് വന്നാലും പേടിയാണ്. നീ സോൺ പുഷ് ചെയ്യണം. നീ സോൺ പുഷർ ആവണം. ബാക്കേ നീ സോൺ പുഷർ ആയേ പറ്റൂ. സേഫ് സോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവൈവ് ആയ ഗൈസ്. മിഷൻ പാസ് റെസ്പെക്ട് ട്വീറ്റ്. എന്താ വേറെ ഒരു ഗണ്ണും ഇല്ല. G18 വെച്ച് ഇറങ്ങാം. ആലോചിച്ചൊക്കെ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ ഒരുത്തൻ വേറൊരു എനിമിയും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലാ ഞാൻ വെച്ച് P90 കിട്ടുമെന്ന്. ഒന്നും കിട്ടിയില്ലാത്തേ. അയ്യോ റഡാറിൽ എനിമിയൊന്നും കാണിക്കണില്ലല്ലോ. ലെവൽ 2 യൂസ് ചെയ്യട്ടെ. ഒപ്റ്റൈൻ ഓള് ഇൻസഫിഷ്യൻ്റ്. ഒപ്റ്റൈൻ ഓളാ ഹൊറിസോണ്ടൽ റിഫ്രഷ്. എടാ മണ്ട ഞാൻ ഹൊറിസോണ്ടലും കൊണ്ട് കളഞ്ഞു. ഗൈസ് ബ്രോ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ പവറാക്കാൻ നമുക്ക് ഓഗാണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ള. നമുക്ക് പറഞ്ഞാൽ അവിടേക്ക് നോക്കി വിടാം. നമുക്ക് എൻഡിൽ വന്നിട്ട് പ്രസ് ചെയ്യാം. ഒരു എനിമി ഉണ്ടായിരുന്നു. എൻഡിൽ വരുമ്പോൾ നമുക്ക് പ്രസ് ചെയ്യാം. പെട്ടോ മാനിക്കൻ ടു ഫാർ അണ്ണേപ്പെട്ടു ടെലിപ്പോട്ടാ. മാനിക്കൻ പോയേ അടിച്ച് പൊട്ടിക്കണം ആ സാധനത്തിനെ. കുന്തം പിടിക്കാൻ വേണ്ടി സ്കാനർ. അയ്യോ G18 വെച്ച് അടിച്ചിടാം. അയ്യോ G18 ലോങ് കയറുന്നുള്ള ഗൈസ്. പെട്ട് ഫൈനൽ ഫൈറ്റാണ് ഗൈസ്. ഉറപ്പാ ഗൈസ്. എടാ മണ്ട ഞാനടാ ഇന്ന് ഇവനെ കൊണ്ട് ഗൈസ്. എടാ ആമോ കുറവാടാ. വല്ല ആമോ ഉണ്ടോ? ഏത് AR? I need AR ആമോ ബ്രോ. VSS കിട്ടിയിട്ടുണ്ട്. M4 സ്പീഡിയും കൂടെ ഉള്ളൂ. അടിയേണ്ട ഗൈസ്. പെട്ടെ ഉറപ്പാടാ മോനെ പെട്ടാ. ഇവിടെ ഒരു ലൂട്ട് ബോക്സ് എടുക്കേണ്ട വല്ലതും ഉണ്ട് അതിൻ്റെ അത്. P90 കിട്ടി. P90 കൊണ്ട് കളയരുത് ഈ റഡാറിന് വേണ്ടിയിട്ട്. ആയിമോനി ഞാനും വരാം. ഇവിടെ കേസ് എന്താ പറ്റണേ? എന്താ ഹാക്കർ അവൻ? കേസ് വാക്കിന് വെച്ചുണ്ട്. ഹെഡ് നല്ല നോക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഇതിൽ ഹെൽപ്പ് ചെയ്ത് മോനി. താങ്ക്സ് മോനി. അവിടെ നീയൊക്കെ കേസ്. അയ്യോ കേസ് എനിക്ക് നല്ല ഡാമേജാണ് കിട്ടിയിട്ടില്ല. എൻ്റെ ഇവിടെ നമുക്ക് അകത്തിരിക്കേണ്ടതാണ് നല്ലത്. ഒളിച്ചം വന്ന പെട്ട് കേസ്. MP40 ആണേ. ഹാക്കറാണോ? അവിടെ ഹാക്കറാണെന്ന് തോന്നണേ. ഇനി SK മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. SK വല്ലവിടേക്ക് ഓടിക്കോടാ മോനെ. ഇവിടെ നിന്ന് നീ പെടും മോനെ. വേണ്ട SK മോനെ കിട്ടിയത് ഓടിക്കോ വണ്ടി അടിച്ചോണ്ട്. എടാ ഫോളോ ചെയ്യടാ എന്നെ. വണ്ടിക്ക് തീ പിടിച്ച്. വണ്ടിക്ക് എന്തിനാണ് നീ തീ പിടിപ്പിച്ചേ? ഇവനെക്കൊണ്ട് വണ്ടിക്ക് തീ പിടിച്ച് വണ്ടി വെച്ച് വല്ലവിടെ പോവാൻ നോക്കിയപ്പോഴാ. റിസോഴ്സസ് എനിക്ക് മെഡ് വേണം മോനെ. എടാ മെഡ് വല്ലവിടെയും കിട്ടുമോ? മെഡില്ല. 9 മെഡിക്കിട്ട്. സൂപ്പർ മെഡ് ഉണ്ട്. സൂപ്പർ മെഡ് അടിക്കുക. എല്ലാം കയറ്റും മോനെ. എല്ലാം കയറ്റുണ്ട്. MP40 കഴിച്ചെങ്കിൽ പവറാക്കാം നമുക്ക്. SK താക്കോറ എന്താടാ ഒരു കില്ലവൻ നമുക്കൊന്നും എടുത്തു വെച്ചില്ല ഗൈസ്. നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ റിവൈവ് ചെയ്യണം. നമുക്ക് വേഗം ഓടാം. നമുക്ക് നമ്മുടെ പ്ലെയേഴ്സിനെ റിവൈവ് ചെയ്യണം. നമുക്ക് ബൂയ അടിക്കാനുള്ളതാണ് AC കളി. നമ്മുടെ ബൂയാണ് ഗൈസ്.
എനിമിണ്ട് അകത്ത് ബേസിൽ എനിമിണ്ട് ഗൈസ്. ഉറപ്പാ അടിച്ചോ. കില്ല് ചെയ്താ എടാ നിനക്ക് എന്താണ് 1 കിലോ പോലും എനിക്ക് വെക്കാത്തവൻ. എന്താടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. വെടിക്കിറ്റ് 2 എണ്ണം കളയാനാ ഒന്ന് പോടാ. ആണെങ്കിൽ AR-13 13 ഇവനിവിടെ എടാ എംട്ടം വെച്ചടിച്ചാ കീറി പോവണ്ടായിരുന്നു. 12 കിൽസാ താക്കൂറ മോനെ. എന്താടാ ഹെൽപ്പ് മീ. മിൻറ്റ് പോയേ എടാ അവിടെ എനിമിയുണ്ടാ കയറി പോവല്ലേ നീ. അവൻ ചാടും ഇപ്പം അവൻ ചാടും. എന്താ സൗണ്ട് പുഷർ ആവണ. നല്ല സ്കില്ലൊക്കെ ഉള്ള പ്ലെയറാണ് ഈ SK താക്കൂറ്. നിങ്ങളതിപ്പോൾ കണ്ട SK താക്കൂർ ബ്രോ പൊളി പ്ലെയർ. അറിയൂ മലയാളി SK താക്കൂർ. നമ്മൾ അവനോട് മലയാളിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓടോടോടോടോ. ഇവൻ ബാക്കിന്ന് അടിക്കാത്ത അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിന്ന് അടിച്ചവൻ്റെ തലയിൽ പോയി അടിക്കണം. എടാ മോനെ ബാക്ക് ഹെൽപ്പ് ചെയ്യടാ. അവിടെ പ്ലെയർ ഉണ്ടാ മുമ്പിലാണ് ഗൈസ്. ഈ 73 HP കൊണ്ടാണ് മോൻ കയറി പോകാൻ പോണേ. അപ്പോൾ സൂപ്പർ ബോയ് എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അപ്പോഴാണ് വെച്ചാൽ എന്തായാലും നമ്മളെ കിൽ ഫിനിഷായി ഗൈസ്. പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവനെ ഫ്രണ്ടാക്കിയിട്ടുണ്ട്. മിസ് ഗൈസ്. ഓക്കെ 12 ഗിൽഡ് പോയിൻറ്റ്സ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.